ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മക്കളെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഒരുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ആദ്യം ഒരുക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. പിന്നെ മോന് വയ്യാണ്ടായി, പല്ലുവേദന, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അവന് വയ്യാതിരുന്ന കാരണം ഇവർ വേണ്ടാന്ന് വെച്ചു ഇരുന്നാണ്. പിന്നെ അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ ഒരുങ്ങുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോന് ഭയങ്കര ആഗ്രഹം, എന്നെയും കൃഷ്ണനായിട്ട് ഒരുക്കമ്മ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലും ഒക്കെ ആയിരുന്നു. അപ്പോൾ വിചാരിച്ചു എന്നാൽ ഒരുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുക്കണമെന്ന് തീരുമാനിച്ചു. എന്നിട്ട് നമ്മുടെ കയ്യിൽ സാധനങ്ങളൊന്നും ഇല്ല, മേടിക്കാൻ പോകാനും പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്തു, വീട്ടിലുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് അതിനാവശ്യമായതെല്ലാം ഞങ്ങൾ ഉണ്ടാക്കി. എൻ്റെ ഷോളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കീറിയിട്ട് അവർക്കുള്ള കിരീടങ്ങളും രണ്ടുപേരും ഒരുക്കണമല്ലോ. ഒരാൾ ഒരുക്കുമ്പോൾ മറ്റാളും ഒരുങ്ങണമല്ലോ, അല്ലെങ്കിൽ പിന്നെ വഴക്കാവും, ഇവിടെ അടിയാവും, ബഹളാവും. അപ്പോൾ അത് കാരണം രണ്ടുപേരും ഒരുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഇന്ന് വിനീഷേട്ടന് പണിക്ക് പോകാനും പറ്റിയിട്ടില്ല. ആൾ ഇതൊരുക്കാൻ വേണ്ടിയിട്ടിരുന്നു. രണ്ടുപേരെ വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു. അങ്ങനെ തൊപ്പിന്ന് കിരീടം, ഓടക്കുഴലും, കയ്യിലും കഴുത്തിലിടാനുള്ള മാലയും, അങ്ങനെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഉണ്ടാക്കിയായിരുന്നു. പിന്നെ എൻ്റെ കുറച്ച് മാലയൊക്കെ ഉണ്ടായിരുന്നത് അവർക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പുറത്തുനിന്ന് ഞങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. വീട്ടിലുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് എല്ലാം ഉണ്ടാക്കിയത്. ഞങ്ങൾക്കതിന് പൈസയുടെ ചിലവൊന്നും വന്നിട്ടില്ല. ഇവരെ ഒരുക്കാൻ വേണ്ടിയിട്ട് പൈസ ചിലവൊന്നും വന്നിട്ടില്ല. കാരണം ഒന്നും നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചിട്ടില്ല. ഒക്കെ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വിനീഷേട്ടന് ഓടക്കുഴൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമോൻ്റെ സ്കൂളിലത്തേക്കുള്ള കളർ പേപ്പറൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ എൻ്റെ ചുരിദാറിലെ ടോപ്പിലേക്കൊക്കെ അടിക്കാൻ വേണ്ടി നമ്മൾ മേടിച്ച് വെക്കുന്ന ലേസും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ചിട്ട് അതിൽ ഡെക്കറേറ്റ് ചെയ്യുക, മുത്തും മണിയൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മളൊന്നും പുറത്തൊന്നും മേടിച്ചില്ല. പിന്നെ അന്ന് തന്നെ ഇതെല്ലാം ഉണ്ടാക്കി വെച്ച ശേഷം എൻ്റെ മോന് വയ്യാണ്ടായി, പല്ലുവേദന എടുത്തിട്ട് ആൾക്ക് വേദന എടുത്ത് കരഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡോക്ടറെ അടുത്തൊക്കെ കൊണ്ടുപോയി. പിന്നെ ഒരുക്കണ്ട, വേണ്ടാന്ന് വിചാരിച്ചു. കാരണം ആൾക്ക് അത്രയും പല്ലുവേദന സഹിക്കാണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഡോക്ടറെ അടുത്ത് പോയിട്ട് വന്നിട്ട് മരുന്നൊക്കെ കഴിച്ച് കുറച്ച് ആശ്വാസമായപ്പോഴത്തേനും വീണ്ടും തുടങ്ങി. എന്താ കൃഷ്ണനായിട്ട് ഒരുക്കുന്നില്ല അമ്മ എന്ന് ചോദിച്ചിട്ട് വീണ്ടും തുടങ്ങി. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരുക്കിയേക്കാം, അവരുടെ ആഗ്രഹമല്ലേ, ചെറിയ ചെറിയ ആഗ്രഹങ്ങളല്ലേ. അത് മാത്രമല്ല നമ്മളിതൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു, അപ്പോൾ പിന്നെ അത് വെറുതെ ആയി പോവില്ലേ, അങ്ങനെ വിചാരിച്ചിട്ട് ഒരുക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കനിമോളെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കനിമോൾ എന്ത് ചെയ്യണം, എന്നെ തിരിച്ചൊരുക്കുകയാണ്. അപ്പോൾ അതേപോലെ അവൾ കരിയും കൺമഷിയൊക്കെ എടുത്തിട്ട് എനിക്ക് വരച്ച് തരിക, എന്നെ ഒരുക്കുകയൊക്കെ ആയിരുന്നു. ആദ്യമോനെ പിന്നെ വിനീഷേട്ടൻ ചെയ്തു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ ചെയ്താലാണ് തീരുള്ളൂ. അപ്പോഴത്തേനും സമയം ഒരുപാടായി, വൈകുന്നേരമായി. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്കൊന്നും പോകുന്നില്ല, ഘോഷയാത്രയ്ക്കൊന്നും പോകുന്നില്ല. മോന് വയ്യ, വെയിലൊക്കെ കൊണ്ടിട്ട് പോകാൻ പറ്റാത്ത കാരണം നമ്മൾ പോകുന്നില്ല. നമ്മൾ അവരുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി വീട്ടിൽ തന്നെ ഒരുക്കി, വീടിൻ്റെ അവിടെ തന്നെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. അതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ, അങ്ങനെയാണ് ചെയ്തത്. പുറത്തേക്കൊന്നും കൊണ്ടുപോയില്ല. അപ്പോൾ ഓണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ആദ്യമോന്, കുട്ടികൾ പോകുന്നുണ്ടപ്പോൾ. ഞാൻ പറഞ്ഞു മോൻ്റെ പല്ലുവേദന കൂടില്ലേ, നമുക്ക് പോകണ്ട, നമുക്ക് ഇവിടെ നിന്നിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ആൾ ഹാപ്പിയായി. കനിമോളുടെ ഒപ്പം ചേർന്ന് വീഡിയോ എടുക്കാനും കളിക്കാനും ഒക്കെ കൂടി. നല്ല ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നവന്, നല്ല ഇഷ്ടമാണ് കേട്ടോ. അവന് നല്ല ഭംഗിയിൽ ഒരുക്കുന്നവന് എപ്പോഴും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കനിമോളുടെ പിന്നെ മുണ്ടൊക്കെ കൊടുത്തത് ശരിയായില്ല, വലിയ മുണ്ടായിരുന്നു. അപ്പോൾ അത് ചുറ്റിയതൊന്നും ശരിയായില്ല, ഒക്കെ ഊരിപ്പോയായിരുന്നു.